moneybox. Be financially disciplined. ഹലോ എവരിവൺ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന ടോപ്പിക്കിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ കോൾ ഓപ്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് പുട്ട് ഓപ്ഷൻ എന്താണെന്നും ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡും കണ്ടു നോക്കാം. നമ്മൾ കണ്ടു ഓപ്ഷൻസ് എന്നാൽ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്ട് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അണ്ടർലൈങ് അസറ്റ് ഏതോ അതിന്റെ പ്രൈസ് മൂവ്മെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓപ്ഷൻസിന്റെയും പ്രൈസ് അല്ലെങ്കിൽ പ്രീമിയം മൂവ് ചെയ്യുന്നത്. കോൺട്രാക്ട്സിന് ഒരു എക്സ്പയറി ഉണ്ട്. എക്സ്പയറിയിൽ ഈ ട്രേഡ്സ് എല്ലാം തന്നെ ക്യാഷ് സെറ്റിൽഡുമാണ്. ഓപ്ഷൻസ് ഒരു ഹെഡ്ജിങ് ടൂൾ ആണ്. അതുപോലെ തന്നെ ഒരു ചെറിയ പ്രീമിയം കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ട അണ്ടർലൈങ് അസറ്റിൽ ഒരു ലാർജ് എക്സ്പോഷർ എടുക്കാനും ഒക്കെ വേണ്ടിയാണ് ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഒരു കോൾ ഓപ്ഷൻ ഒരു ട്രേഡർ ബൈ ചെയ്യുന്നത് അതിന്റെ അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് ഉയരും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കൺവിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പുട്ട് ഓപ്ഷൻ. ഒരു ട്രേഡർ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നത് അതിന്റെ അണ്ടർലൈങ് അസറ്റ് ഏതോ ആ അസറ്റിന്റെ പ്രൈസിൽ ഒരു താഴ്ച അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഒരു സ്റ്റോക്ക് ഓപ്ഷൻ ആണെങ്കിൽ ആ കമ്പനിയുടെ ഏർണിംഗ്സിൽ ഒരു ഇടിവ് അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് ഗ്രോത്തിൽ ഒരു സംശയം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടേ ആവാം ആ ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡർ പ്രൈസ് താഴെ വരും എന്ന് പ്രതീക്ഷിക്കുന്നതും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതും. കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും സെയിം ടെർമിനോളജീസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും തമ്മിൽ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. മുന്നേ പറഞ്ഞ പോലെ അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസിൽ ഒരു കയറ്റം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ട്രേഡർ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു. പ്രൈസിൽ ഇടിവ് പ്രതീക്ഷിക്കുന്ന ഒരാൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു. അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരു ട്രേഡർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് പുട്ട് ഓപ്ഷന്റെ പ്രൈസ് അല്ലെങ്കിൽ പ്രീമിയത്തിന്റെ മൂവ്മെന്റും അതിന്റെ അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് മൂവ്മെന്റും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അഥവാ ഇതിന്റെ മൂവ്മെന്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അഥവാ അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് താഴുമ്പോൾ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം കയറുന്നു. ഇനി അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് കൂടിയാൽ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം താഴുകയും ചെയ്യുന്നു. നമുക്കൊരു പുട്ട് ഓപ്ഷൻ ട്രേഡ് കണ്ടു നോക്കാം. നമുക്ക് ഇൻഫോസിസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന്റെ ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡ് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഇൻഫോസിസിന്റെ 26 നവംബർ 2020 എക്സ്പയർ ആകുന്ന 1100 സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു പുട്ട് ഓപ്ഷന്റെ ബിഡ് ആസ്ക് പ്രൈസ് വിൻഡോ ആണ്. ഇതിൻ്റെ അകത്ത് മാർക്കറ്റിലോട്ട് നമുക്ക് കാണാം 600 ഷെയർസ് ആണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. അതുപോലെ അണ്ടർലൈങ് പ്രൈസ് അഥവാ ഇൻഫോസിസിന്റെ ക്യാഷ് സെഗ്മെന്റിലെ സ്റ്റോക്കിന്റെ പ്രൈസ് ഏതാണ്ട് 1125 നിൽക്കുന്നു. നമുക്ക് ഈ ഒരു ഇൻഫോസിന്റെ കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡ് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം ഓപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് മനസ്സിലാക്കാം. ആദ്യമായിട്ട് സ്ട്രൈക്ക് പ്രൈസ് എന്നാൽ മറ്റൊന്നുമല്ല, നമ്മളുടെ ഒരു ടാർഗറ്റ് പ്രൈസ് ആണ്. മുന്നേ പറഞ്ഞു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരു ട്രേഡർ എപ്പോഴും അതിൻ്റെ അണ്ടർലൈങ് ഒരു ഡ്രോപ്പ് വരും അല്ലെങ്കിൽ പ്രൈസ് ഫോൾ ചെയ്യും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ടാർഗറ്റ് പ്രൈസ് ആണ്. നൗ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടേംസ് ആണ് ഇൻ ദ മണി, അറ്റ് ദ മണി, അതുപോലെ ഔട്ട് ഓഫ് ദ മണി. ഇതുമായിട്ട് ലിങ്ക് ചെയ്ത അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത 2 ടേംസ് ആണ് ഇൻട്രിൻസിക് വാല്യൂവും ടൈം വാല്യൂവും. ആദ്യം നമുക്ക് അറ്റ് ദ മണി എന്താണെന്ന് നോക്കാം. അറ്റ് ദ മണി എന്നാൽ ഏതാണോ അണ്ടർലൈങ് അസറ്റ് അതിൻ്റെ സ്പോട്ട് മാർക്കറ്റിലെ അല്ലെങ്കിൽ ക്യാഷ് സെഗ്മെൻറ്റിലെ പ്രൈസും സ്ട്രൈക്ക് പ്രൈസും സെയിം ആണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ സ്പോട്ടിലെ പ്രൈസിൻ്റെ സെയിം തന്നെ സ്ട്രൈക്ക് പ്രൈസിലുള്ള ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ അത് അറ്റ് ദ മണിയാണ്. അതിനർത്ഥം അറ്റ് ദ മണി അഥവാ അതിനൊരു ഇൻട്രിൻസിക് വാല്യൂ ഇല്ല, അതിനൊരു ടൈം വാല്യൂ മാത്രമേ ഉള്ളൂ. ആ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറിക്ക് എത്ര നാളുണ്ടോ അതിനനുസരിച്ചുള്ളൊരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെങ്കിൽ ഒരു ടൈം വാല്യൂ മാത്രമേ ഉള്ളൂ. അതിന് ടൈം വാല്യൂ എന്നാണ് പറയുന്നത്. നൗ ഇൻ ദ മണി എന്നാൽ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ട്രേഡർ ബൈ ചെയ്യുന്നത് അണ്ടർലൈങ്ങിൻ്റെ പ്രൈസിൽ ഡ്രോപ്പ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇൻ ദ മണി എന്നാൽ നമ്മുടെ എടുത്തിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് എത്രയോ അതിൽ നിന്നും താഴെയാണ് സ്പോട്ട് പ്രൈസ് എങ്കിൽ അത് ഒരു ഇൻ ദ മണി കോൺട്രാക്റ്റ് ആണ്.
ഇവിടെയാണ് ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇൻട്രിൻസിക് എന്നാൽ തനതായിട്ടുള്ളത്. ഒരു കോൺട്രാക്റ്റിന് ഒരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്, ആ ഒരു പ്രീമിയം. അത് നമ്മളുടെ ആ ട്രേഡിംഗ് വിൻഡോയിൽ ഉണ്ടായേ പറ്റുകയുള്ളൂ. അഥവാ പുട്ട് ഓപ്ഷൻ്റെ കേസിൽ, ഈ ഒരു കേസിൽ സ്ട്രൈക്ക് പ്രൈസ് 1100 ആണ്. ലെറ്റ്സ് സേ ഇൻഫോസിസിൻ്റെ അണ്ടർലൈൻ പ്രൈസ് ഇപ്പോൾ നമ്മൾ കാണുന്ന സ്പോട്ട് പ്രൈസ് 1125 ആയി. അത് 1050 ആകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ 1100 താഴോട്ട് പോകുന്ന ഓരോ 5 പൈസ, 5 പൈസയാണ് മിനിമം ടിക്ക് സൈസ്, ഓരോ 5 പൈസയും നമ്മളുടെ റൈറ്റ് ആണ്. അത് ട്രേഡിംഗ് വിൻഡോ റിഫ്ലക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമുക്കത് കിട്ടാനായിട്ട് എലിജിബിൾ ആണ്, അത് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ താഴോട്ട് പോകുന്ന ഓരോ രൂപയ്ക്കും അല്ലെങ്കിൽ ഓരോ 5 പൈസയ്ക്കും അവിടെ ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ഇൻ ദ മണി ആവുക എന്ന് പറയുന്നത്. ഇൻ ദ മണി, അതായത് മണിയിലാണ്, അല്ലെങ്കിൽ അതിനൊരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. നൗ ഈ ഒരു കേസിൽ തന്നെ സ്ട്രൈക്ക് പ്രൈസ് 1100 ആണ്. എന്നാൽ സ്പോട്ട് പ്രൈസ് പുട്ട് ഓപ്ഷൻ്റെ കേസിൽ 1125 ആണ് സ്പോട്ട് പ്രൈസ്. ഈ ഒരു കേസിൽ ശരിക്കും അല്ലെങ്കിൽ 1200 എത്തി. ആ ഒരു കേസിൽ ശരിക്കും അത് ഔട്ട് ഓഫ് ദ മണിയാണ്. കാരണം അതിനൊരു ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. കാരണം പുട്ട് ഓപ്ഷനാണ്, അതിന് അണ്ടർലൈൻ ഫോൾ ചെയ്യണമെന്നാണ് ആ ട്രേഡർ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി. ഇതിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും സ്ട്രൈക്ക് പ്രൈസ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഈ ഒരു കേസിൽ ഇപ്പോൾ ഞാൻ 1100 ആണ് സ്ട്രൈക്ക് പ്രൈസ് എടുത്തിരിക്കുന്നത്. ഞാനിത് 1150 ആണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സ്പോട്ട് പ്രൈസ് 1125 ഉണ്ട്. അതിനകത്ത് 25 ഇൻട്രിൻസിക് വാല്യൂ തന്നെയുണ്ട്. ഇനി കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറിക്ക് എത്ര നാളുണ്ടോ അതിനനുസരിച്ച് അതിനൊരു ടൈം വാല്യൂം ആഡ് ചെയ്യും. ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അതിനൊരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ആ കോൺട്രാക്ട് എക്സ്പയർ ചെയ്യാൻ എത്ര നാളുണ്ടോ അതിനനുസരിച്ചൊരു ടൈമിനൊരു വാല്യൂയും കൂടെ ഉണ്ട്, ഒരു കോസ്റ്റ്. അത് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അത് എത്രയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ടൈം വാല്യൂ ആണ്. ഇവിടെ തന്നെ അമേരിക്കൻ ഓപ്ഷനും യൂറോപ്യൻ ഓപ്ഷനും ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റോക്ക് ഓപ്ഷൻസും അമേരിക്കൻ ഓപ്ഷൻസാണ്. മിക്കവാറും ഗ്ലോബലി എല്ലാ സ്റ്റോക്ക് ഓപ്ഷൻസും അമേരിക്കനാണ്. ഇന്ത്യയിൽ യൂറോപ്യൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും, 2 ഇൻഡിസസ്. അമേരിക്കൻ ഓപ്ഷൻ എന്നാൽ മറ്റൊന്നുമല്ല, ഇറ്റ് ക്യാൻ ബി എക്സസൈസ്ഡ് അറ്റ് എനി പോയിന്റ് ബിഫോർ എക്സ്പയറി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കോൺട്രാക്ട്. ഇതാണ് അമേരിക്കൻ ഓപ്ഷൻ. അഥവാ ഈ ഒരു കേസിൽ തന്നെ നാളെ ഇൻഫോസിസിൻ്റെ സ്പോട്ട് പ്രൈസ് 1050 ആവുന്ന അവസരത്തിൽ അതിൻ്റെ ട്രേഡിംഗ് വിൻഡോയിൽ അവിടെ ഒരു ഇൻട്രിൻസിക് വാല്യൂ 50 rupees ഉണ്ട് അല്ലേ. അവിടെ ട്രേഡിംഗ് വിൻഡോയിൽ 50 ഇല്ല എങ്കിൽ ആ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വേണമെങ്കിൽ ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാം. ഞാനൊരു ബയർ ആണെങ്കിൽ എനിക്ക് അതിൻ്റെ സെല്ല് ചെയ്യാൻ എനിക്ക് 50 rupees പ്രീമിയം കിട്ടുന്നില്ല എങ്കിൽ എനിക്ക് എക്സ്ചേഞ്ചിൽ അത് ഇൻഫോം ചെയ്യുകയും അത് എക്സസൈസ് ചെയ്യുക എന്ന് പറയും. അത് ഓപ്പോസിറ്റ് ഒരു പാർട്ടിക്ക് എക്സ്ചേഞ്ച് അസൈൻ ചെയ്യുകയും ആ ഒരു പ്രീമിയം നമുക്ക് ആ ഇൻട്രിൻസിക് വാല്യൂ അന്നത്തെ സ്പോട്ടിലെ ക്ലോസിംഗ് പ്രൈസ് വെച്ച് ഉള്ള ആ ഇൻട്രിൻസിക് വാല്യൂ നമുക്ക് കിട്ടുകയും നമ്മളുടെ കോൺട്രാക്റ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുകയും ചെയ്യും. സോ ഇതാണ് അമേരിക്കൻ ഓപ്ഷൻ. എന്നാൽ അതുപോലെ യൂറോപ്യൻ ഓപ്ഷൻ എന്നാൽ മറ്റൊന്നുമല്ല, ഇറ്റ് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി ഓൺ എക്സ്പയറി. ഇതിപ്പോൾ 26 നവംബറാണ് എക്സ്പയറി ഡേറ്റ്. ആ 26 നവംബറിൽ ഇൻട്രിൻസിക് വാല്യൂ ഉള്ള ഒരു പുട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റിൽ അതിൻ്റെ യഥാർത്ഥ ഇൻട്രിൻസിക് വാല്യൂ ട്രേഡിംഗ് വിൻഡോയിൽ അന്നത്തെ ദിവസം ട്രേഡ് നടക്കുമ്പോൾ ആ എക്സ്പയറി ഡേറ്റിൽ 26 നവംബറിൽ അന്ന് ട്രേഡിംഗ് നടക്കുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അന്നത്തെ ദിവസം എൻഡ് ഓഫ് ദ ഡേ സ്പോട്ട് പ്രൈസിലെ ക്ലോസിംഗ് പ്രൈസ് എത്രയോ അതിനനുസരിച്ചുള്ള ആ ഡിഫറൻസ് സ്ട്രൈക്ക് പ്രൈസും സ്പോട്ടിലെ ക്ലോസിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് വെച്ചുകൊണ്ട് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് എക്സസൈസ് ചെയ്ത് അത്രയും പ്രീമിയം നമുക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യും ഇൻ ദ മണി ആണെങ്കിൽ. സോ ഇതാണ് അമേരിക്കൻ ഓപ്ഷനും യൂറോപ്യൻ ഓപ്ഷനും തമ്മിലുള്ള വ്യത്യാസം. സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇതെല്ലാം ക്യാഷ് സെറ്റിൽഡാണ്. സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിലും എൻഡ് ഓഫ് കോൺട്രാക്റ്റ് ആണ് സെറ്റിൽ ചെയ്യുന്നതെങ്കിലും എല്ലാം അണ്ടർലൈൻ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്പോട്ടിലെ ക്ലോസിംഗ് പ്രൈസ് വെച്ചായിരിക്കും സെറ്റിൽ ചെയ്യുന്നത്. കോൺട്രാക്റ്റ് വാല്യൂ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കോൾ ഓപ്ഷൻ്റെ കേസിലും പറഞ്ഞു. ഓപ്ഷൻസിൽ ജനറലി പുട്ടാണെങ്കിലും കോളാണെങ്കിലും കോൺട്രാക്റ്റ് വാല്യൂ കാണുന്നത് സ്ട്രൈക്ക് പ്രൈസ് പ്ലസ് വാട്ട് എവർ പ്രീമിയം. നമ്മൾ പ്രീമിയം ഇവിടെ 9 ആണെന്ന് കണ്ടു അല്ലേ, 9 rupees ഈ ഒരു പർട്ടിക്കുലർ പുട്ട് ഓപ്ഷൻ ഇൻറ്റു ലോട്ട് സൈസ്. ഇതാണ് അതിൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ ആയിട്ട് ഒരു ഓപ്ഷനിൽ എപ്പോഴും കാണുന്നത്. എക്സ്പയറി എന്ന് പറയുന്നതും ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്ക് ഓപ്ഷൻസ് എല്ലാം എക്സ്പയർ ചെയ്യുന്ന ഇപ്പോഴും മന്ത്ലി സെറ്റിൽമെൻ്റ് ആണ്, ലാസ്റ്റ് തേഴ്സ്ഡേ ഓഫ് എവറി മന്ത്. എന്നാൽ 2 ഇൻഡെക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ 2 ഇൻഡെക്സിനും വീക്ക്ലി ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നേരത്തെയൊക്കെ മന്ത്ലി ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ വീക്ക്ലി ഓപ്ഷൻസും ഉണ്ട്.
നമുക്കിനി ഒരു ട്രേഡ് കണ്ടു നോക്കാം. സേ ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ കേസിൽ ഞാൻ ഇവിടെ ഒരു 1 ലോട്ട് ബൈ ചെയ്യുകയാണ് എങ്കിൽ 600 ആണ് ലോട്ട് സൈസ്, ഇൻറ്റു 9 ആണ് പ്രീമിയം. ഈ 5400 ആണ് എൻ്റെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ പ്രീമിയം പേ ചെയ്യുന്നത്. സേ 1 വീക്കിന് ശേഷം അല്ലെങ്കിൽ മേ ബി ടുമോറോ തന്നെ പ്രൈസ്, അണ്ടർലൈങ് പ്രൈസ് ഡ്രോപ്പ് ആയി എന്ന് വിചാരിക്കുക. അത് 1050 ആവുന്ന കേസിൽ അവിടെ നമ്മൾ കണ്ടു, അവിടെ ഒരു സ്ട്രൈക്ക് പ്രൈസ് പുട്ട് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 50 റുപ്പീസ് ഇൻട്രിൻസിക് വാല്യൂ തീർച്ചയായിട്ടും ഉണ്ട്. സോ ഞാനിപ്പോൾ ആ കോൺട്രാക്റ്റ് എക്സിറ്റ് ആവാമെന്ന് വിചാരിക്കാം. എനിക്കിവിടെ 600 ഇൻറ്റു 50 റുപ്പീസ് ഇൻട്രിൻസിക് വാല്യൂ തന്നെ ഉണ്ട്. 30,000 എനിക്ക് ഈസി ആയിട്ട് സെല്ല് ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ ഇൻട്രിൻസിക് വാല്യൂ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഡെഫിനറ്റ്ലി കോൺട്രാക്റ്റ് എക്സ്പയറി ഉള്ളിടത്തോളം കാലം അതിനൊരു ടൈം വാല്യൂയും കൂടി ആഡ് ചെയ്യും. തീർച്ചയായിട്ടും 1050 ഡ്രോപ്പ് ചെയ്യുന്ന അവസരത്തിൽ ഇതിന് തീർച്ചയായിട്ടും ഒരു 59-60 റുപ്പീസ് എങ്കിലും തീർച്ചയായിട്ടും കണ്ടിരിക്കും. സോ ഇവിടെ നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടി, ഏതാണ്ട് 24,600. സോ ഇതാണ് ഒരു പുട്ട് ഓപ്ഷൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു. ഈ ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ആ അണ്ടർലൈൻ പ്രൈസ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനൊരു ബയറാണെന്ന് പറഞ്ഞു, ഇവിടെ ഓപ്പോസിറ്റ് ഒരു സെല്ലർ ഉണ്ടല്ലോ. ആ സെല്ലർ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് സെല്ല് ചെയ്ത് 9 റുപ്പി പ്രീമിയത്തിലാണ്. ഈ ഒരു കേസിൽ ഡ്രോപ്പ് ആകുമ്പോൾ ആ സെല്ലർക്ക് എന്താ സംഭവിക്കുന്നത്? ഇവിടെ 2 കാര്യങ്ങളാണ് ഒരു സെല്ലറിൻ്റെ കേസിൽ മനസ്സിലാക്കേണ്ടത്. സെല്ലർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് എവർ പ്രീമിയം അറ്റ് വിച്ച് ഹീ ഈസ് സെല്ലിങ്, അതാണ് ആ സെല്ലറുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡ്രോപ്പ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രീമിയം പുട്ടിൻ്റെ കേസിൽ ഇൻക്രീസായി ആ ഓപ്പോസിറ്റ് സെല്ലർക്ക് അതൊരു ലോസാണ്. ഇവിടെ 2 കാര്യമാണ്. ഒരു സെല്ലർ കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും സെല്ല് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ട്രേഡർക്ക് മാർജിൻ പേ ചെയ്യുന്ന ഒബ്ലിഗേഷൻ ഉണ്ട്. ഏതാണ്ട് 25%, 30% അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റോക്ക് ആ ഒരു മാർജിൻ പേ ചെയ്യേണ്ടി വരും. അതുതന്നെ ഒരു മിനിമം ഒരു 25% എങ്കിലുമൊക്കെ മാർജിൻ പേ ചെയ്യേണ്ടി വരും ഈ ഒരു കോൺട്രാക്ട് സൈസിൻ്റെ. അത് 1. 2 എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലോസ് ആണ്. സോ കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും സെല്ലർക്ക് വാട്ട് എവർ പ്രീമിയം അറ്റ് വിച്ച് ഹീ ഈസ് സെല്ലിങ്, അത് എന്ന് പറയുന്ന മാക്സിമം പ്രോഫിറ്റാണ്. അവിടെയാണ് അതിൻ്റെ ഒരു റിസ്ക് ഇരിക്കുന്നത്. ആ സമയത്ത് ലോസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഈ പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫോർ വാട്ട് എവർ റീസൺ, പുട്ട് ഓപ്ഷൻ്റെ കേസിൽ അണ്ടർലൈങ് ഇൻഫോസിസ് ഡ്രോപ്പായി 900 വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1100 ആണ് സ്ട്രൈക്ക് പ്രൈസ്, 900 വന്നാൽ 200 റുപ്പീസ് ഇൻട്രിൻസിക് വാല്യൂ തന്നെയുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ടൈം വാല്യൂ കൂടെ മേ ബി ഒരു 30, 40, 50 റുപ്പീസ് ഒക്കെ ചിലപ്പോൾ ആഡ് ചെയ്യാൻ വരും. ഇൻറ്റു 600 അത്ര ഹെവി ലോസ് ആണ് വരുന്നത്. സോ അതിന് ജനറലി പറയുന്നത് ഓപ്ഷൻ സെല്ലർക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, അതേസമയത്ത് ലോസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതേസമയത്ത് ഓപ്ഷൻ ബയർക്ക് കോളാണെങ്കിലും പുട്ടാണെങ്കിലും വാട്ട് എവർ പ്രീമിയം ഹീ ഈസ് പേയിങ്, അതാണ് മാക്സിമം ലോസ് എന്ന് പറയുന്നത്. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഒരു അണ്ടർലൈൻ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും മാക്സിമം ലോസ് അതാണ്. അതേസമയത്ത് ഫേവറബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഓപ്ഷനിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് അവിടെ അൺലിമിറ്റഡും ആണ്. ഇഷ്ടംപോലെ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. സോ സെല്ലർക്ക് എപ്പോഴും ഒരു ഹൈ റിസ്ക് ആയിരിക്കും. ഇവിടെ ഒരു കാര്യം മിസ്സായി, ഇവിടെ എപ്പോഴും ഒരു ബ്രോക്കറേജ് കോസ്റ്റ് ഉണ്ടാവും. സോ ലെസ് ബ്രോക്കറേജ് ആയിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പുട്ട് ഓപ്ഷൻ ട്രേഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുമായി റിലേറ്റ് ചെയ്ത എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും അടുത്ത സെഗ്മെന്റിൽ കാണാം. താങ്ക് യു ഓൾ. Please like, share and subscribe.